ഇത്തവണത്തെ നമ്മൾ ഒരു ടൺ കറക്റ്റ് ഒരു ടണ്ണും മിച്ചം കൊടുത്തു. ശരി, എവിടെ ഇതിന്റെ മാർക്കറ്റ്? അത് നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും പിന്നെ ഇവിടെ ബാംഗ്ലൂരും ഉടുപ്പിയിലും എല്ലാം അയച്ചു കൊടുക്കാറുണ്ട്. ഓൺലൈനിൽ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കി മുട്ടത്ത് ജോണി ചന്ദ്രൻകുന്നേൽ സാറിൻ്റെ അരികിലാണ്. ഇന്ന് ജോണി സാറിൻ്റെ അരികിലേക്ക് വരുമ്പോൾ പടന്നക്കാട് കാർഷിക കോളേജിൽ പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള ആഷിക്കും എലിസബത്തും ജോണി സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. നമസ്കാരം. ജോണി സാറേ, ഈ പുതിയൊരു തലമുറ കൃഷി പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? തീർച്ചയായിട്ടും നല്ലതല്ലേ. ശാസ്ത്രീയ അറിവുകൾ എപ്പോഴും കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ്. കാരണം ശാസ്ത്രീയത ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. അത് ശാസ്ത്രീയതയോട് മനസ്സിലാക്കി അത് കൃഷിക്കാർക്ക് അനന്തര തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും അവർ കൃഷിയിലേക്ക് വരികയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ അങ്ങയുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിടത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇത് ഏതിനാണ് ഡ്രാഗൺ ഫ്രൂട്ടാ? മലേഷ്യൻ റോയൽ റെഡ് ആണ്. എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇപ്പം ഇതിൻ്റെ പഴത്തിൻ്റെ ഒരു പ്രത്യേകത? പഴത്തിൻ്റെ പ്രത്യേകത ഉള്ള് നല്ല ഇരുണ്ട ചുവപ്പ് നിറമായിരിക്കും. അതായത് ബീറ്റ്റൂട്ടിന്റെ പുതിയ ബീറ്റ്റൂട്ട് മുറിക്കുന്ന കാണുന്ന പോലെ ചുവപ്പ് നിറമാണ്. പിന്നെ ഷെൽഫ് ലൈഫ് കൂടുതലുണ്ട്. പിന്നെ മധുരം സോഫ്റ്റ് ആണ്, പഴം സോഫ്റ്റ് ആണ്, നല്ല മധുരമാണ്. അതിന്റെ ബ്രിക്സ് റേറ്റ് താരതമ്യേന കൂടുതലാണ്. പൊതുവെ ആളുകൾ പറയാറുണ്ട് മറ്റു പഴവർഗ്ഗങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വികാരമില്ലാത്ത പഴം ഡ്രാഗൺ ഫ്രൂട്ടിനെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു കണ്ടന്റും ഇതിന്റെ ഒരു ഗുണമൊക്കെ എന്താണ്? അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടങ്ങളിൽ കിട്ടുന്ന ആളുകൾ മിക്കവാറും മലേഷ്യയിൽ നിന്നും അല്ലെങ്കിൽ തായ്ലൻഡിൽ നിന്നും ഒക്കെ വരുന്ന അവിടെ ചെറിയ വിലയ്ക്ക് 60 രൂപയ്ക്ക് കിലോയ്ക്ക് 60 രൂപയ്ക്ക് കണ്ടെയ്നറയിൽ അവിടുന്ന് 4ാം തരം അല്ലെങ്കിൽ 3ാം തരം സാധനങ്ങൾ കയറി വരുന്നുണ്ട്. അതായത് നല്ല സാധനങ്ങളൊക്കെ അവിടുത്തെ പ്രധാന ക്യാപിറ്റൽ സിറ്റികളിലേക്ക് കയറി പോയിട്ട് ബാക്കി വരുന്ന സാധനങ്ങൾ അവർക്ക് മാർക്കറ്റ് ചെയ്തേ പറ്റൂ. അതായത് ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ നാട്ടിൻപുറത്തെ ഒരു പൈനാപ്പിൾ തോട്ടത്തിൽ പഴുത്തേക്കുന്ന പൈനാപ്പിൾ നമ്മൾ അതിന്റെ ചെത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിച്ചു കഴിയുമ്പോഴത്തേ അതിന്റെ മധുരം, അതിന്റെ ഫ്ലേവർ, അതിന്റെ ഒരു സുഗന്ധമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ തന്നെ കാണുന്നുണ്ട് നല്ല വിലയുണ്ടെങ്കിൽ പച്ച പൈനാപ്പിൾ വെട്ടി ചുവപ്പ് രാശി കയറാത്ത പൈനാപ്പിളിനെ വെട്ടിയെടുത്തിട്ട് അതിനെ ഇവിടുന്ന് 6ാം ദിവസം 5ാം ദിവസം 6ാം ദിവസം പൂനെയിലും ഡൽഹിയിലൊക്കെ പൊതിഞ്ഞ് കെട്ടി ടാർപോളിൽ പൊതിഞ്ഞ് കെട്ടി അവിടെ ചെല്ലും വാടിയിരിക്കുന്ന സാധനമാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ ഡൽഹിക്കാർ അത് കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ആ ഒരു പഴം നമ്മൾക്ക് കഴിച്ചാൽ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. എന്ന് പറഞ്ഞ കാര്യത്തിൽ തായ്ലൻഡിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ ഉള്ള ഇങ്ങനത്തെ ഈ വിളയാത്ത അല്ലെങ്കിൽ മൂപ്പില്ലാത്ത പഴങ്ങൾ കയറി വന്നിട്ട് കൊച്ചി പോർട്ടിൽ വരുന്ന കണ്ടെയ്നറിൽ വരുന്നത് കിലോയ്ക്ക് 60 രൂപയ്ക്ക് കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഹോൾസെയിലേഴ്സ് ഒരു 40 രൂപ മാർജിൻ ഇട്ടിട്ട് 100 രൂപ റേഞ്ചിൽ അതിന്റെ സ്വാഭാവികത നഷ്ടപ്പെടും അല്ലേ? അപ്പൊ 100 രൂപ റേഞ്ചിലാണ് ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെട്ടു. മധുരമില്ല. നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിനകത്ത് മുട്ട ഉണ്ടായി കഴിഞ്ഞാൽ പൂ വിരിയാൻ 28 ദിവസം, ഒരു മാസം കൂട്ടിക്കും. അതുപോലെ ആ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞാലാണ് പഴമാകുന്നത്. ആ പഴമായി കഴിഞ്ഞാൽ പഴം ആയി കഴിഞ്ഞാൽ ഒരു 5 ദിവസം വരെ നിൽക്കും. അപ്പൊ ആ കറക്റ്റ് പരുവത്തിൽ നമ്മൾ വെട്ടിയെടുക്കാറുള്ളൂ. എത്ര ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളുണ്ട്? ഇതൊരു 320ഓളം ചുവടുകളുണ്ട്. ഇത് അങ്ങ് നട്ടിട്ട് എത്ര നാളുകളായി? 2022 ഏപ്രിൽ മെയിൽ നട്ടതാണ്. ശരി, വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ഇതെല്ലാം ഓർത്തിരിക്കുന്നു. സാധാരണ ഇതിലൊരു കർഷകനെ നല്ല അടയാളപ്പെടുത്തി ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചിരിക്കുകയാണ്. അതെല്ലാം ഡയറിയിൽ എല്ലാം നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു വർഷം എത്രത്തോളം പഴങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അല്ല, ഇത്തവണത്തെ നമ്മൾ ഒരു ടൺ കറക്റ്റ് ഒരു ടണ്ണും മിച്ചം കൊടുത്തു. ശരി, എവിടെ ഇതിന്റെ മാർക്കറ്റ്? അത് നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും പിന്നെ ഇവിടെ ബാംഗ്ലൂരും ഉടുപ്പിയിലും എല്ലാം അയച്ചു കൊടുക്കാറുണ്ട്. ഓൺലൈനിൽ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ കൊറിയർ വഴി. പിന്നെ ഇവിടെ എറണാകുളം, കളമശ്ശേരി, തൃശ്ശൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ അങ്ങോട്ടൊക്കെ കച്ചവടക്കാരുമായിട്ട് നേരിട്ട് ടൈപ്പുണ്ട്. പിന്നെ ഇവിടെ ഈ തോട്ടത്തിൽ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തുവരെയൊക്കെ കൊടുക്കുക? അത് നമ്മൾ ഗ്രേഡ് തിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് തിരിച്ചിട്ടുണ്ട്. അതായത് 300 ഗ്രാമിന് 350 ഗ്രാമിന് മേലെ ഉള്ളത് പ്രീമിയം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു ഗ്രേഡ് ഉണ്ടാക്കിയതാണ്. പ്രീമിയം സെലക്ഷൻ. അപ്പൊ അതിന് നമ്മള് 240 രൂപ വിലക്കാണ് കൊടുത്തോണ്ടിരുന്നത്. അതിന് താഴെ ഒരു 300 ഗ്രാമിന് മേലെ ഉള്ളത് 220 രൂപ. പിന്നെ 250 ഗ്രാമിന് മേലെ ഉള്ളതിന് 180 രൂപ. പിന്നെ 200 മേലെ ഉള്ളതിന് 150 രൂപ. പിന്നെ അതിന് താഴെയുള്ള 120 രൂപ. ഏറ്റവും ചെറിയ പറഞ്ഞാൽ നമുക്ക് ആർക്കും വേണ്ടാത്ത പോലെയുള്ള ചെറുതിന് 100 രൂപ. അത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര നാളായി? ഒരു കഴിഞ്ഞ ആഴ്ചയിലുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ ഒരു 15 കിലോളം കിട്ടിയതാ. ശരി, ഇനിയിപ്പോ എത്ര നാൾ കഴിയും? ഇപ്പോൾ ഒരു ഫ്രൂട്ട് നിൽപ്പുണ്ട്. ഒരു സെലക്ഷൻ നമുക്ക് നോക്കാം. ഇത് സാധാരണ ഇവിടെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ അത് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയാണ്. 5 മാസം. നമുക്കിവിടെ ജൂണിൽ അവിടെ ആരംഭിക്കുന്നത്. ജൂൺ മുതൽ ഒക്ടോബർ വരെ. പക്ഷെ കഴിഞ്ഞ ഈ നവംബറിൽ എനിക്കൊരു 15 കിലോളം കിട്ടി. ഡിസംബറിലും 15 കിലോളം കിട്ടി. ഇപ്പൊ ഡിസംബറാണ്. ഈ ഡിസംബർ ഫസ്റ്റ് ഹാഫിൽ 15 കിലോളം കിട്ടി. ഏതെല്ലാം വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത് നമുക്കിവിടെ 5 വെറൈറ്റിയാണ് ഉള്ളത്. ചുവപ്പിൽ തന്നെ അമേരിക്കൻ ബ്യൂട്ടി ഉണ്ട്. പിന്നെ എനിക്ക് പേരറിയത്തില്ലാത്ത 2 വെറൈറ്റി ഉണ്ട്.
പിന്നെ ഇതിനകത്ത് മലേഷ്യൻ റോയലന്റ് ഉണ്ട്. പിന്നെ വേറൊരു വെറൈറ്റി ശ്രീലങ്കൻ ജംബോ എന്ന് പറഞ്ഞ പുതിയൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഒരു യെല്ലോ വെറൈറ്റി ഉണ്ട്. പിന്നെ വൈറ്റ് വെറൈറ്റി ഇവിടെ വേറെ ഉണ്ട്. എന്റെ പേരൊറ്റയ്ക്കൊറ്റയ്ക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയില്ല. നട്ടാൽ എത്ര നാൾ കൊണ്ട് തന്നെ നമുക്ക് 7 മാസം നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പരിപാലിച്ച് 7 മാസം. നടേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ നടേണ്ട ഭാഗം ഇത് ഇങ്ങനത്തെ ഇത് ഒരു കട്ടിങ്, ഇതിങ്ങനെ ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ കട്ടിങ് നമ്മൾ റൂട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നടുന്നത്. നേരിൽ നടുന്നവരും ഉണ്ട്. പക്ഷെ കട്ടിങ്ങിന്റെ ഭാഗം തലതിരിച്ചു കുത്തണം. തലവെച്ച് കുത്തും. അപ്പൊ സാധാരണ അതിൽ ഞാൻ അതിനകത്ത് ഒരു ഫംഗൽ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ 10 500 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറ്റാർവാഴ അലോവേരയുടെ ഒരു ജെല്ലൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കും. തടവി കൊടുത്തിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ചാരി വെക്കും. അതുകൊണ്ട് എന്താ ഗുണം? ഇതുണ്ടാകില്ല, ഫംഗൽ അറ്റാക്ക് ഉണ്ടാകില്ല. റൂട്ടിങ്ങിന് ഒരു ഉത്തേജകമാണ് കറ്റാർവാഴയുടെ ജെല്ലൊന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കത്തേ ഉള്ളൂ. ഓ ശരി ശരി. അത് കുരുമുളക് എല്ലാ ചെടികൾക്കും നല്ലതാണ്. റൂട്ടിംഗ് ഹോർമോൺ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശരി ശരി. അപ്പൊ ഇതിങ്ങനെ നമ്മൾ വെറുതെ ചാരി വെക്കുള്ളൂ. ഇവിടെ കാണിച്ചു തരാവുന്നതാണ്. അവിടെ ചാരി വെച്ച് കഴിയുമ്പോൾ വേര് പിടിച്ചതിന് ശേഷം ഒരു 2 മാസം കൊണ്ട് വേര് പിടിക്കും. വേര് പിടിച്ചതിന് ശേഷമാണ് കൊണ്ടുപോയി നാളുകൾ കൊണ്ട് നടുന്നത്. നട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ 7 മാസം പഴം പറിക്കാം. 7 മാസം. പഴം. ശരി. അപ്പൊ ഈ പോസ്റ്റ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് നടുക? പോസ്റ്റ് നേരത്തെ നമ്മളെല്ലാം കളവെല്ലാം ഒരുക്കി വെക്കണം. ഓക്കെ. ഈ ടയറും എല്ലാം വെച്ച് അതെല്ലാം വെച്ച് സെറ്റ് ചെയ്യണം. ഇപ്പൊ ഇതിപ്പോ അങ്ങ് പറഞ്ഞ പോലെ തന്നെ 2022 ഏപ്രിൽ മാസത്തിൽ നട്ടു. ഇപ്പൊ അത് ആദ്യ വിളവ് 6 മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയോ? നമുക്ക് ഏപ്രിൽ മെയിൽ നട്ടത് പിന്നെ നമുക്ക് 23 കിട്ടി. 23 വിളവെടുത്തു. 24 വിളവെടുത്തു.